ഒരു സത്യം പറയാം. അതായത് നമ്മുടെ ലൈഫിൽ രണ്ട് രീതിയിലുള്ള നമ്മളുണ്ടാകും ഓരോ കാലഘട്ടത്തിലും. ആദ്യത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള നിങ്ങളായിരിക്കും. രണ്ടാമത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മികച്ച നിങ്ങളായിരിക്കും. അപ്പം ഈ മോശമായിട്ടുള്ള നിങ്ങളുണ്ടാവുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കും. അതായത് നിങ്ങളെ ഫോൺ വിളിക്കാനും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് നിങ്ങളുടെ ആ ഒരു മോശമായിട്ടുള്ള വേർഷനിൽ നിങ്ങൾക്കൊരു നിലവാരവും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് അസംബന്ധം പറയുകയും അത് കേട്ട് ചിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുകളോ മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനും കാണും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ നിലവാരമില്ലായ്മ മറ്റുള്ള ആൾക്കാർക്ക് കംഫർട്ടബിൾ ആണ്. കാരണം അവരും നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ എപ്പം മാറി തുടങ്ങുന്നുവോ, അതായത് നിങ്ങളിലുള്ള ഒരു ചെറിയ മാറ്റം പോലും ഈ ആൾക്കാർ നിങ്ങളെ തഴയുന്നതിന് കാരണമാകും. അതായത് അവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് തോന്നലല്ല, അത് ശരിക്കുമുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിലെ മികച്ച ഒരു നമ്മൾ എപ്പം മുതൽ പുറത്തു വരാൻ തുടങ്ങുന്നു, നിങ്ങളുടെ നിലവാരം ഏത് സമയത്ത് ഉയരാൻ തുടങ്ങുന്നു, അത്രയും കാലം ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങളുടെ സുഹൃത്ത് ബന്ധം വളരെ ചെറിയൊരു സർക്കിളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാൻ തുടങ്ങും. സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിരുന്ന ആൾക്കാരും നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ് ആയിരുന്നില്ല എന്നും അവരാരും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ വളർച്ചയെ നിങ്ങളൊരു നല്ല മനുഷ്യനാകുന്നതിനെ സപ്പോർട്ട് ചെയ്തല്ല കൂടെ നിന്നിരുന്നതെന്നും അവരാരും നിങ്ങളെ ശരിക്കും സ്നേഹിച്ചിരുന്നില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മികച്ച വേർഷനായിട്ടുള്ള നിങ്ങളെ അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല നിങ്ങളുടെ ഉയർച്ച അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നും മാത്രമല്ല അതവരെ തികച്ചും അസ്വസ്ഥരാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ ഈ നിമിഷം മുതൽ നിങ്ങൾ നല്ല വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, എന്ത് തരത്തിലുള്ള പൊട്ടത്തരങ്ങളും അസംബന്ധങ്ങളും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലാത്ത ഒരാളായിട്ട് എന്ന് മാറുന്നുവോ അന്ന് നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ഒന്നോ രണ്ടോ ആളുകളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുമ്പോൾ കൺഗ്രാജുലേഷൻസ്. സോ നിങ്ങളിലെ ഏറ്റവും മികച്ചതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. നിങ്ങളുടെ നല്ല സ്വഭാവത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ടായാൽ മതി. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഉള്ള ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ടാവണം, നിലവാരം ഉണ്ടാവണം. നിങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്നവരും നിങ്ങൾ ഉയരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായാൽ മാത്രം മതി. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ചുറ്റും ഉണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം. എത്രമാത്രം ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്സ്, നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറയുന്നതിലാണ് കാര്യം. അത് ഒരാളായാലും രണ്ടാൾക്കാരാണേലും അമൂല്യമാണ്.